ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ട പരമ്പരയുടെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷങ്ങളിലേക്ക് കടക്കാട്ടോ. അങ്ങനെ ആനന്ദിൻ്റെയും ദേവിയുടെയും കാര്യങ്ങളൊക്കെ ആര്യനും ഇത്രയും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. താൻ ഏട്ടനോട് ഏട്ടത്തെപ്പറ്റി സംസാരിക്കില്ല എന്ന് ആര്യൻ തീർത്ത് പറയാം. ഏട്ടൻ എത്ര വേദനിച്ചു, ഏട്ടൻ്റെ മാനസികാവസ്ഥ എന്താണെന്നൊക്കെ നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല. ഏട്ടനോട് ഏടത്തിക്ക് വേണ്ടി സംസാരിച്ച് ഏട്ടനെ ഒറ്റപ്പെടുത്തുന്നത് പോലെ ഞാൻ ഒരിക്കലും ചെയ്യില്ല എന്ന് തീർത്ത് പറയാണ്. അല്ല, ഇങ്ങനെ പല കാര്യങ്ങളും ഒരു കുടുംബമായാൽ സംഭവിച്ചുകൊണ്ടേയിരിക്കും. ഇതിൻ്റെ പേരിൽ താൻ തൻ്റെ പ്രാക്ടീസ് മുടക്കാനാണോ നോക്കുന്നത്? ഇന്നും ഇറങ്ങിയില്ല, ഇന്നലെ ഇറങ്ങിയില്ല, നാളെ ഇനി എങ്ങനെയാ എന്നാരും ചോദിക്കുക. നാളെ ഉറപ്പായിട്ടും പ്രാക്ടീസിന് പോകുന്നുണ്ട് ആര്യ എന്ന് പറയാ. ഈ വീട്ടിലെ ഈ അവസ്ഥയിൽ എങ്ങനെയാ ഒന്നും എൻ്റെ മനസ്സ് നേരെ നിൽക്കുന്നില്ല, അതുകൊണ്ടാണ് 2 ദിവസം പോകാതിരുന്നത്. ജീവിതം എന്ന് പറയുന്നത് ഇങ്ങനാടോ, ഒന്നും മാറി പുതിയ പുതിയ പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അതൊക്കെ ആലോചിച്ചിരിക്കാൻ നോക്കിയാൽ അതിനെ നേരം കാണൂ. നമ്മൾ നമ്മുടെ കാര്യം നോക്കി മുന്നേറുക തന്നെ വേണം എന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. എന്നാൽ നേരെ ഒരുപാട് വൈകി, നമുക്ക് കിടക്കാം എന്ന് മിത്രയുടെ ആര്യം പറയണം. അതിനുശേഷം ഒരു തലേണ എടുത്ത് താഴെ വിരിയൊക്കെ വിരിച്ചതിന് ശേഷം ആര്യൻ കയറി കിടക്കുക. അപ്പോൾ ആര്യൻ്റെ മനസ്സിലും ദേവിയെ പറ്റിയും ആനന്ദിനെ പറ്റിയൊക്കെയുള്ള ചിന്തകളൊക്കെയാണ്. ഇതേ സമയം രാവിലെ ദേവമംഗലത്ത് നമ്മുടെ ഗോമതി നിലവിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം ബാലന് കടയുടെ താക്കോലും ഭാഗമൊക്കെ എടുത്ത് പുറത്തു കൊണ്ടു കൊടുക്കുക. അപ്പോൾ ബാലൻ ഒന്ന് മനസ്സുരുകി പ്രാർത്ഥിച്ച ശേഷം നമ്മുടെ ഗോമതിയുടെ കയ്യിൽ നിന്ന് അത് രണ്ടും മേടിക്കുക. പെട്ടെന്നാണ് ആനന്ദ് ഷർട്ടും മുണ്ടൊക്കെ ഉടുത്ത് സുന്ദരനായിട്ട് അങ്ങോട്ട് വരുന്നത്. എന്നിട്ട് ചോദിക്കും, അച്ഛാ പോകാറായോ എന്ന് ചോദിക്കാം. ഞാൻ ഇറങ്ങുവാടാ, എന്നാൽ നമുക്ക് ഇറങ്ങിയേക്കാം. നമുക്കോ? അതിന് നീ എവിടെ പോവാ എന്ന് അപ്പോൾ ഗോമതി ചോദിക്കാം. ഞാനും ഇന്ന് മുതൽ ഗോമതി സ്റ്റോറിലേക്ക് വരാനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പം നിന്റെ ഫർണിച്ചർ കടയിൽ ജോലിയോ എന്ന് ബാലൻ ചോദിക്കും. ആ ജോലി ഞാൻ നിർത്തി അച്ഛാ എന്ന് പറയാ. നിർത്താനോ? അത് നല്ല ജോലി ആയിരുന്നില്ലേ മോനെ എന്ന് ഗോമതി അപ്പോൾ പറയാണ്. ഈ വെയിലത്തുള്ള അലച്ചിൽ ഞാൻ ശരിക്കും മടുത്തു എന്ന് പറയാണ്. അതുമല്ല, അച്ഛനിപ്പോൾ ഗോമതി സ്റ്റോറിൽ ഒരാൾ ആവശ്യമില്ലേ? എന്തായാലും അച്ഛൻ്റെ കൂടെ ഞാൻ ഇനി മുതൽ വരിക എന്ന് ആനന്ദ് തീർത്ത് പറയണം കേട്ടോ. പെട്ടെന്ന് ആര്യൻ അങ്ങോട്ട് വരിക. ഏട്ടൻ ഇതിൻ്റെ പേരിൽ ഏട്ടൻ്റെ ജോലിയൊന്നും കളയണ്ട, അത് നല്ലൊരു ജോലിയല്ലേ, ഇനിയും അങ്ങനൊന്ന് കിട്ടുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ഞാൻ അച്ഛനെ സഹായിക്കാൻ ആകാശേട്ടനും ഞാനും ഒക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് ഏട്ടൻ ഫർണിച്ചർ ഷോപ്പിലേക്ക് തന്നെ പൊയ്ക്കോ എന്ന് പറയണം. വേണ്ടടാ, ആ ജോലി എനിക്ക് മടുപ്പായിട്ടാ. എന്തിനാ, ആർക്ക് വേണ്ടിയാ ഈ വെയിലത്ത് കിടന്നുള്ള ഈ അലച്ചിൽ? അല്ല, ഈ വെയിലും കൊണ്ട് ബുദ്ധിമുട്ട് വന്നു കയറുമ്പം എന്തെങ്കിലും ഒരു പ്രതീക്ഷ വേണ്ടേ? അതൊന്നും ഇന്ന് എൻ്റെ ജീവിതത്തിലില്ല. ഗോമതി സ്റ്റോറിൽ പോയിരിക്കുവാണേ എനിക്ക് ഇച്ചിരി സമാധാനമെങ്കിലും കിട്ടും. അതുകൊണ്ട് ഇന്ന് മുതൽ ഞാനും അച്ഛനൊപ്പം ഗോമതി സ്റ്റോറിൽ പൊയ്ക്കോളാം എന്ന് ആനന്ദ് തീർത്ത് പറയാണ്. അപ്പോൾ ബാലൻ അതിനെ എതിർക്കൊന്നുമില്ല കേട്ടോ. നിൻ്റെ ഇഷ്ടം അതാണെങ്കിൽ നീ എൻ്റെ കൂടെ പോരെ, നിനക്ക് എവിടെ സമാധാനം കിട്ടുമോ അങ്ങനെയുള്ള ജോലി വേണം നീ ചെയ്യാൻ എന്ന് ബാലൻ പറയണം. അപ്പോൾ ഗോമതിയും പറയും, ബാലേട്ടൻ എതിർപ്പില്ലെങ്കിൽ പിന്നെ ഞാൻ ഇനി ഇതിൽ എന്ത് പറയാനാ, അച്ഛൻ്റെ ഒപ്പം നീ ചെല്ലടാ എന്ന് പറയണേ കേട്ടോ. പെട്ടെന്ന് ആകാശം അങ്ങോട്ട് വന്നിട്ട് പറയുന്നുണ്ട്, അല്ല ഏട്ടാ, നല്ലൊരു ജോലി ആയിരുന്നല്ലേ, അത് കളയണോ ഏട്ടാ? വേണ്ടടാ, എനിക്ക് ഒട്ടും വയ്യാഞ്ഞിട്ടാ. ആ ജോലി ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയൊന്നും ഇന്ന് എനിക്കില്ല. ഗോമതി സ്റ്റോറിലാണെങ്കിൽ ആൾക്കാരെയൊക്കെ കണ്ട് എനിക്ക് അവിടെ ഇരിക്കാലോ എന്ന് പറയണം. പിന്നെ ആരും അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല കേട്ടോ. ഇതേ സമയം രാമേട്ടൻ രാവിലെ തന്നെ ഗോമതി സ്റ്റോറൊക്കെ തുറന്നിട്ടുണ്ട്. അപ്പം ബാലനും അതുപോലെ നമ്മുടെ ആനന്ദും കൂടിയാണ് ഗോമതി സ്റ്റോറിൽ ആനന്ദിൻ്റെ ബൈക്കിലാണ് ചെല്ലുന്നത്. അപ്പോൾ ബാലൻ അങ്ങനെ വരുന്ന കാണുമ്പം രാമേട്ട മനസ്സിലിങ്ങനെ ചിന്തിക്കുക, ഇവനിന്നെന്താ സ്കൂട്ടി കൊണ്ടുവരാതിരുന്നത്? ആനന്ദ് ഇവനെ ഇവിടെ ആക്കിയതായിരിക്കും എന്നൊക്കെ മനസ്സിൽ പറയാം. എന്നിട്ട് ആനന്ദും കടയിലേക്ക് കയറി ചെല്ലുകയാണ്. അല്ല, ഇന്നെന്താ ആനന്ദ് രാവിലെ തന്നെ ഈ വഴിക്ക്? ഇന്ന് നിനക്ക് ഷോപ്പിൽ പോകണ്ടേടാ എന്ന് ചോദിക്കുകയാണ്. അപ്പം ബാലൻ പറയും, അവൻ ഇന്നു മുതൽ നമ്മുടെ കൂടെ ഗോമതി സ്റ്റോറിൽ ഇരിക്കുവാണെന്നാണ് രാമേട്ട പറയുന്നത്. ഇവിടെ ഇരിക്കാനോ? ഇവന് നല്ലൊരു ജോലി ഉള്ളതല്ലേ, വെറുതെ എന്തിനാ അത് കളഞ്ഞു കുളിക്കുന്നത് എന്ന് രാമേട്ടൻ ചോദിക്കുക. എന്തിനാ രാമേട്ട വെറുതെ, ഞാൻ ഇവിടെ ഇരുന്നോളാം. ഇവിടെ ഇപ്പം ഒരാളുടെ ഒഴിവുണ്ടല്ലോ, അച്ഛൻ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് എനിക്കറിയാം, അതുകൊണ്ട് തൽക്കാലം ഞാൻ ഇവിടെ ഇരുന്നോളാം എന്ന് പറയണം. മോനെ ആനന്ദേ, ഞാൻ പറയുന്നത് കൊണ്ട് നീ ഒന്നും തോന്നരുത്. അല്ല, ദേവിമോളുടെ ഒഴിവ് നികത്താനാ നീ ഇങ്ങോട്ട് വന്നതെങ്കിൽ ദേവിമോളെ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ പോരെ എന്ന് ചോദിക്കുക. പെട്ടെന്ന് ആനന്ദ് അവിടെ നിന്ന് ഇങ്ങോട്ട് മാറുക. എന്നിട്ട് പറയും, രാമേട്ടൻ ഇപ്പം അവളെക്കുറിച്ച് എന്നോട് പറഞ്ഞു, ഇനി അവളെക്കുറിച്ച് എന്നോടൊരു വാക്ക് പോലും പറയരുത്. അത് അടഞ്ഞ അധ്യായം തന്നെയാണ്. അവളെപ്പറ്റി ഇപ്പം ആരും എന്നോട് സംസാരിക്കുമ്പം എനിക്ക് തോന്നുന്നത് അന്യരായ ആരെയോ പറ്റി സംസാരിക്കുന്നത് പോലെയാണ്. അവളോട് എൻ്റെ മനസ്സിൽ എനിക്ക് ഒരു തരുമ്പ് സ്നേഹം പോലും ഇല്ല. അത്രയും എൻ്റെ മനസ്സ് മുറിവുപെടുത്തിയിട്ടാണ് അവൾ എൻ്റെ ജീവിതത്തിൽ നിന്നും ഇറങ്ങിപ്പോയത് എന്ന് പറയാം. അത് കേൾക്കുമ്പം രാമേട്ടൻ ചോദിക്കും, അയ്യോ മോനെ, നിന്നെ വേദനിപ്പിക്കാനായിട്ടല്ലടാ രാമേട്ടൻ പറഞ്ഞത്. എൻ്റെ വാക്കുകൾ നിനക്ക് വേദന നൽകിയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കടാ എന്ന് പറയാം. അതൊന്നും കുഴപ്പമില്ല. ഇനി
രാമേട്ടൻ സംസാരിക്കുമ്പോൾ ഇക്കാര്യം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അവളെക്കുറിച്ച് എനിക്കൊന്നും അറിയണ്ട രാമേട്ട. എന്നോടാരും അവളെപ്പറ്റി ഒന്നും പറയുകയും വേണ്ട. അതെൻ്റെ ജീവിതത്തിലെ ഒരടഞ്ഞ അധ്യായം തന്നെയാണ്. അതിനി ഒരിക്കൽ കൂടി തുറക്കാൻ ഞാൻ ഒട്ടും തന്നെ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുകയാണേ. അത് കേൾക്കുമ്പോൾ ബാലനും രാമേട്ടനും പരസ്പരം നോക്കുകയാണ്. അപ്പോൾ ബാലൻ പറയും, അവൻ എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കട്ടെ രാമേട്ട. അവന് സമാധാനം കിട്ടുന്നത് പോലെ അവൻ ചെയ്യട്ടെ. ഒരിക്കൽ ഞാനെടുത്ത തീരുമാനത്തിൻ്റെ പ്രതി എൻ്റെ മോൻ ഒരുപാട് വേദന അനുഭവിച്ചു. ഇനിയെല്ലാം അവൻ്റെ ഇഷ്ടത്തിന് ഞാൻ വിട്ടുകൊടുക്കുക. അവൻ്റെ കൂടെ ഞാൻ നിൽക്കുകയും ചെയ്യും, അതെന്താണെങ്കിലും എന്ന് ബാലനും പറയാൻ കേട്ടോ. പെട്ടെന്ന് കടയിലേക്ക് സാധനം മേടിക്കാനായിട്ട് ഓരോരോ കസ്റ്റമേഴ്സായിട്ട് വരിക. അപ്പോൾ സാധനങ്ങളൊക്കെ നമ്മുടെ ആനന്ദും രാമേട്ടനും കൂടി എടുത്തു കൊടുക്കുകയാണ്. അപ്പം രാമേട്ടൻ ആനന്ദിനോട് പറയും, എന്തായാലും നീ കടയിലേക്ക് വന്നതല്ലേ, കാശും മേടിച്ചോടാ എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ സാധനം കൊടുത്ത് കാശൊക്കെ മേടിച്ച് നിൽക്കുമ്പം അതിലൊരാൾ പറയും, അല്ല ബാലേട്ടാ, അറിഞ്ഞോ പുതിയ കട വരാൻ പോവുകയാണെന്നൊക്കെ കേട്ടല്ലോ. കടയോ? ആ ബഷീറിൻ്റെ ആ കടയില്ലേ, അത് കച്ചവടമായി. അതെന്തോ കേസ് കിടക്കുമല്ലായിരുന്നോടാ എന്ന് രാമേട്ടൻ അപ്പം ചോദിക്കും. കേസും കൂട്ടുമൊക്കെ ആയിട്ട് കിടന്നതാ. അതേതോ വലിയ കൊമ്പത്തെ ആളാണ് മേടിച്ചിരിക്കുന്നത്. കേസൊക്കെ ഒഴിവാക്കി അവരവിടെ എന്തോ ഒരു വലിയ ഷോപ്പ് തുടങ്ങുക. അതും പലചരക്ക് കടയാണെന്നാണ് പറഞ്ഞ് കേട്ടത്. അത് ചെറുതൊന്നുമല്ല, സൂപ്പർ മാർക്കറ്റാണ് വരാൻ പോകുന്നത് എന്ന് പറയാം. ആണോ? അപ്പോൾ പെട്ടെന്ന് ആ വാർത്ത കേൾക്കുമ്പം രാമേട്ടനും ബാലനും പരസ്പരം നോക്കുവാണ്. സൂപ്പർ മാർക്കറ്റോ? അല്ല, ആരെ ഈ മേടിച്ചിരിക്കുന്ന കക്ഷി? അതൊന്നും അറിയില്ല. പരമരഹസ്യമായിട്ടാണ് ബഷീർ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. ആ മേടിച്ചിരിക്കുന്ന ആൾക്കാരും പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ടത്രേ. ആരേലും ആട്ടെ എന്ന് അപ്പോൾ രാമേട്ടനും ബാലനും കൂടി പറയാൻ കേട്ടോ. അതിനുശേഷം സാധനങ്ങൾ മേടിച്ച് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ അയാൾ അവിടെ നിന്ന് അങ്ങോട്ട് പോവാം. അപ്പോൾ ബാലൻ പറയും, എത്ര കട വേണേലും വരട്ടെ, അതൊന്നും നമുക്ക് നോക്കേണ്ട കാര്യമില്ല. നമ്മൾ നമ്മുടെ കാര്യം നോക്കുക, ജീവിക്കുക. ഗോമതി സ്റ്റോർ ഇവിടെ വരുമ്പം 1-2 വേറെ കടകളും ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷെ കാലക്രമേണ അതൊക്കെ പൂട്ടിപ്പോയി എന്ന് പറയാണ്. ഇവരും വരട്ടെ എന്നും ഒരാൾ മാത്രം ജീവിച്ചാൽ മതിയോ? എല്ലാവർക്കും ജീവിക്കണ്ടേ? പുതിയ പുതിയ കടകൾ വരുന്നത് എന്തുകൊണ്ട് നല്ലതാ എന്ന് ബാലൻ പറയാം. എന്നാലും ബാല, പണ്ടത്തെ കാലമൊന്നുമല്ല. അതും വലിയ കടയെന്നൊക്കെ പറയുമ്പം നമ്മുടെ കച്ചവടത്തെ അത് ബാധിക്കില്ലേടാ എന്ന് ചോദിക്കാം. അങ്ങനെ ബാധിക്കാനാണെങ്കിൽ ബാധിക്കട്ടെ രാമേട്ട. നമ്മൾ നേറും നിറയോടും കൂടിയേ കച്ചവടം ചെയ്തിട്ടുള്ളൂ. അത് ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും. നമ്മളെ വിശ്വാസമുള്ളവർ ഇവിടെ വന്ന് സാധനങ്ങൾ മേടിക്കും, അല്ലാത്തവർ പുതിയ കടയിൽ പോകും. അതൊന്നും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല എന്ന് പറയാം. എന്നാലും ആരായിരിക്കും അത് മേടിച്ചത് എന്ന് ആനന്ദും ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട് കേട്ടോ. ഇതേ സമയം സുകന്യയുമായിട്ട് അച്യുതൻ അവരുടെ പുതിയ ഷോപ്പിലേക്ക് വന്നിരിക്കാം. അപ്പം ആ കടയുടെ ഫ്രണ്ടിൽ വണ്ടി നിർത്തി ഇറങ്ങാൻ സുകന്യോട് പറയാണ്, അല്ല അച്ചുവേട്ടാ, ഇതേതാ പുതിയ ഷോപ്പാണോ? നീ കയറി വാ. ഞാനിതിനെ കയറി വരുന്നേ. അച്ചുവേട്ടൻ എന്തെങ്കിലും മേടിക്കാനുണ്ടേ പോയി മേടിച്ചിട്ട് വാ എന്ന് സുകന്യ പറയാണ്. നീയും കൂടി വാ എൻ്റെ സുകന്യെ, നമുക്ക് ഒരുമിച്ച് കയറാം എന്ന് പറയാം. എങ്ങനെയുണ്ട് ഈ ഷോപ്പ്? അല്ല, ഇതെന്താ ഇതുവരെ തുടങ്ങാത്തതാണോ? എടി, ഇതേ നിനക്കായി ഞാൻ മേടിച്ചിരിക്കുന്ന ഷോപ്പാ. എങ്ങനെയുണ്ട്? ഞങ്ങളുടെ ഷോപ്പോ? നമ്മുടെ ഷോപ്പ്, കൃഷ്ണമംഗലത്തിൻ്റെ ഷോപ്പ്. നിനക്ക് ഇഷ്ടപ്പെട്ടോ? ധർമ്മനും സുകന്യയ്ക്കും എൻ്റെ വക സമ്മാനം എന്ന് അച്യുതൻ പറയാം. പിന്നെ ഇഷ്ടപ്പെടാതെ എന്ന് പറഞ്ഞ് സുകന്യാണെങ്കിൽ ഒരു കളിപ്പാട്ടം കിട്ടിയ കുട്ടിയെ പോലെ ഭയങ്കര സന്തോഷത്തോടു കൂടി അകത്തെല്ലാം ഓടി നടക്കുകയാണ് കേട്ടോ. അയ്യോ, എന്ത് രസവാ കാണാൻ, എന്തു വലിയ കടയാ. ഈ അച്യുതൻ ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ ആപ്പയൂപ്പ കടയൊക്കെ നിങ്ങൾക്ക് ഇട്ട് റെഡിയാക്കി തരുമെന്ന് കരുതിയോ? കൃഷ്ണമംഗലത്തുകാർക്ക് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്, അതിനൊത്തതല്ല അച്യുതൻ ചെയ്തു തരുള്ളൂ എന്ന് പറയാം. അച്ചുവേട്ടാ, എന്നാലും ഇത്രയൊക്കെ ആക്കാനായിട്ട് നല്ല കാശായി കാണില്ലേ? അതൊന്നും ഞാൻ നോക്കിയില്ല. നിനക്ക് സംഭവം ഇഷ്ടപ്പെട്ടോന്നോ? അച്ചുവേട്ടാ, ഞാൻ ആ കസേരയിലൊന്ന് ഇരുന്നോട്ടെ എന്ന് ചോദിക്കാം. ബില്ലിംഗ് സെക്ഷനിലുള്ള കസേരയിലൊക്കെ പോയി സുകന്യ ഇരിക്കുകയാണോ. എന്ത് രസവാ. അയ്യോ, അല്ല അച്ചുവേട്ടാ എന്ന് പെട്ടെന്ന് സുകന്യയുടെ മുഖം വാടുക. ഇവിടെ അടുത്തല്ലേ ഗോമതി സ്റ്റോർ ബാലേട്ടൻ്റെ? അല്ല, അതിന് നിനക്കെന്താ? അല്ല, ധർമ്മേട്ടൻ അറിയുമ്പം പ്രശ്നം ഉണ്ടാക്കില്ലേ എന്ന് ചോദിക്കാം. പ്രശ്നം ഉണ്ടാക്കുമല്ലോ, അതുകൊണ്ടാണ് മുൻകൂട്ടി നിന്നെ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തരുന്നത്. എന്താ, ആ ബാലനോടും കുടുംബത്തോടും നിനക്കൊരു സോഫ്റ്റ് കോർണർ ഉണ്ടോ അവനെ പോലെ എന്ന് ചോദിക്കാം. അതല്ല, ധർമ്മേട്ടന് അവരോട് എപ്പോഴും ഒരു ചായവുണ്ട്. അതുകൊണ്ട് ഈ കടയിന് നടത്തില്ലെന്നെങ്ങാനും ധർമ്മേട്ടൻ പറയുമോ എന്ന് എനിക്കൊരു പേടിയുണ്ട്. സുകന്യ, ഇത്രയും കാശ് മുടക്കി ഇതൊക്കെ ഞാൻ ചെയ്തു തന്നത് വെറുതെ ആണെന്നാണോ നീ കരുതിയിരിക്കുന്നത്? ഈ ബാലൻ്റെ കടയുടെ തൊട്ടടുത്ത് തന്നെ ഇത്രയും കാശ് മുടക്കി ഞാൻ പറഞ്ഞ് ഇട്ട് തന്നതേ നീയൊക്കെ കൂടി ബാലൻ്റെ കട അടപ്പിക്കണം. അതിനുവേണ്ടി തന്നെയാ. അല്ലാതെ എൻ്റെ കയ്യിലിരുന്ന കാശ് വെറുതെ മുടക്കാൻ എൻ്റെ തലയ്ക്ക് ഓളമൊന്നുമില്ല എന്ന് പറയാം. അയ്യോ അച്ചുവേട്ടൻ പിണങ്ങല്ലേ. എനിക്ക് തോന്നിയൊരു സംശയം
ചോദിച്ചെന്നേ ഉള്ളൂ. പിന്നെ ബാലേട്ടൻ്റെ കട പൂട്ടിക്കുന്ന കാര്യം ഈ സുകന്യ ഏറ്റു. എന്നെയും എൻ്റെ ധർമ്മേട്ടനെയും കള്ളനാക്കി അവിടുന്ന് ഒരു പാതിരാത്രി ഇറക്കി വിട്ടതൊന്നും ഒരിക്കലും ഞാൻ മറന്നിട്ടില്ല. ആ ദേവമംഗലത്തുള്ളവരോടൊക്കെ അതിനുള്ള പ്രതികാരം വീട്ടാൻ ഒരവസരം കിട്ടുക ഈ സുകന്യ അത് ഉറപ്പായിട്ട് ഉപയോഗപ്പെടുത്തുകയും ചെയ്യും. അത് എങ്ങനെ ഈ കട മുന്നോട്ട് ഒരു വിജയമാക്കി കൊണ്ടുപോകണമെന്ന് ഈ സുകന്യക്കറിയാം. അച്ചുവേട്ടൻ കണ്ടോ, അച്ചുവേട്ടനും നമ്മളും എല്ലാം ആഗ്രഹിച്ചതുപോലെ ഒരു മാസത്തിനുള്ളിൽ ഗോമതി സ്റ്റോർ അതപ്പതിച്ച് അടച്ചുപൂട്ടേണ്ട അവസ്ഥ ഈ സുകന്യ ഉണ്ടാക്കി തന്നിരിക്കും എന്ന് പറയാം. അത് കേട്ടാൽ മതി. ഇനിയിപ്പം ധർമ്മനെ കൈകാര്യം ചെയ്യുന്ന കാര്യമൊക്കെ നീ ഏറ്റോണം, കേട്ടല്ലോ എന്ന് പറയാം. അതൊക്കെ ഞാൻ ഏറ്റു. അപ്പം നാളെ ഈ കടയുടെ ഉദ്ഘാടനം അല്ലേ അച്ചുവേട്ട എന്ന് ചോദിക്കുക. പിന്നല്ലാതെ എല്ലാവരും നാളെ അറിഞ്ഞാൽ മതി. ഈ കട എവിടെയാണെന്നുള്ള കാര്യം തൽക്കാലം നീ ഇപ്പം ധർമ്മനെ അറിയിക്കേണ്ട, ഒരിക്കലുമില്ല. ധർമ്മേട്ടൻ നേരത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാകില്ല. അച്ചുവേട്ടൻ ആഗ്രഹിച്ചതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കും. നാളെ ഈ കടയുടെ ഉദ്ഘാടന സമയത്ത് ഇത് മേടിച്ചിരിക്കുന്നത് ധർമ്മനാണെന്ന് അറിയുമ്പം ആ ബാലന്റെ തല താഴും. എല്ലാവരുടെയും മുന്നിൽ അപമാനിക്കപ്പെട്ടൊരു നിൽപ്പുണ്ട്. ഇപ്പം തന്നെ ആ ദേവി ഇറങ്ങിപ്പോയതോടുകൂടി ആകെ നാണം കെട്ട ദേവമംഗലത്തുള്ളവരുടെ ജീവിതം. അതിൻ്റെ കൂടെ ഇങ്ങനൊന്നും കൂടി ആകുമ്പം ഇങ്ങനൊരടി ഒരിക്കലും അവർ പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല. അല്ല, ഇപ്പോൾ ആ ദേവിയുടെ പ്രശ്നം വന്നത് എന്തുകൊണ്ട് നന്നായി. അതുകൊണ്ട് ബാലനോ മക്കളോ കൂടുതലായിട്ട് ഈ കടയെ പറ്റിയോ മേടിച്ച ആളെ പറ്റിയോ ഒന്നും ഒരു അന്വേഷണം ഉണ്ടായിട്ടില്ല എന്ന് പറയാണ്. അവരുടെയൊക്കെ നാളത്തെ ആ ചമ്മിയ മുഖഭാവം കാണാൻ ഞാനും ഉണ്ടാകും അച്ചുവേട്ടൻ്റെ ഒപ്പം എന്ന് സുകന്യ പറയണം. എന്നാൽ ശരി, കടയുടെ കാര്യങ്ങളൊക്കെ ഏകദേശം ആയതാ, നമുക്കെന്നാ ഇറങ്ങിയേക്കാം എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ സുകന്യ ഒരുപാട് സന്തോഷത്തോടു കൂടിയാ അച്യുതൻ്റെ കൂടെ തിരിച്ച് കൃഷ്ണമംഗലത്തേക്ക് പോകുന്നത്. ഇതേസമയം അലോകാണ് പതിവ് പോലെ ആര്യനും അതുപോലെ അനുവും വരുന്നത് കാത്തു നിൽക്കുകയാണ്. അപ്പം അനു ഒറ്റയ്ക്കായിരിക്കും വരുന്നത് എന്നോർത്താണ് കേട്ടോ നിൽക്കുന്നത്. എന്നാൽ അലോകിനെ പേടിച്ച് ആര്യനാണ് കേട്ടോ അനുവിനെ കൊണ്ടുവിടുന്നത്. അതും വണ്ടിയിലാണ് പോകുന്നത്. പെട്ടെന്ന് അതൊരു പണി കിട്ടിയതുപോലെ അലോക് നോക്കി നിൽക്കുക. ഇവനെന്തിനെ എപ്പോഴും ഇവളുടെ പിന്നാലെ ഇങ്ങനെ എസ്കോട്ട് പോകുന്ന പോലെ പോകുന്നത്, ഞാനെന്താ ഇവളെ പിടിച്ച് തിന്നുവോ എന്ന് അലോക് ഇങ്ങനെ മനസ്സിൽ പറയാണ്. അപ്പം അലോകിനെ മറികടന്ന് ആര്യനും അനുവും കൂടി പോവാണ് കേട്ടോ. പെട്ടെന്ന് ആര്യൻ വണ്ടി നിർത്തും. എന്താ ഏട്ടാ, എന്തിനാ ഇവിടെ നിർത്തിയത്? മോളെ, അവൻ കണ്ടില്ലേ, ഇന്ന് നിന്നെ നോക്കി നിന്നതാ. നീ ഒറ്റയ്ക്ക് വരുമെന്നാ അവൻ കരുതിയത്. പക്ഷെ ഞാനും കൂടെ വന്നത് അവന് വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവനെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല. അവനോട് രണ്ട് പറയണം. വേണ്ടേട്ടാ, അവൻ എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് പറയാ. പെട്ടെന്ന് വേണ്ട, അവനോട് പറഞ്ഞേ പറ്റൂ എന്നും പറഞ്ഞ് ആര്യൻ അലോകിൻ്റെ അടുത്തേക്ക് ചെല്ലാം. എടാ, ഇന്ന് നീ എന്തിനാടെ ഇവിടെ നിന്നത്? എനിക്ക് മനസ്സിലാകുന്നുണ്ട് നിന്റെ മനസ്സിലിരിപ്പൊക്കെ. എൻ്റെ പെങ്ങളെ വഴി നടത്താൻ പോലും നീ സമ്മതിക്കില്ലെന്നാണോ പറഞ്ഞു വരുന്നത്? ദേ, ഇനിയും നിന്റെ കളികളുമായിട്ട് ഇവളുടെ പിന്നാലെ ചെന്നാലേ ഇവക്കൊരു ഏട്ടനുള്ള കാര്യം നീ മറക്കണ്ട. 1 അല്ല 3, അതിൽ ഞാൻ നിനക്കിട്ട് 2 തരികയും ചെയ്യും എന്ന് പറയാം. അപ്പോൾ അലോകന് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അനു, ഞാൻ നിന്നോട് വഴക്കുണ്ടാക്കാനോ ഇവനോട് വഴക്കിടാനോ ഒന്നും വന്നതല്ല. എനിക്ക് നിന്നോട് ചില കാര്യങ്ങളൊന്നും മനസ്സ് തുറന്ന് സംസാരിക്കണം. അതിന് നീ ഒരു അവസരം താ. അല്ലാതെ നിന്റെ ഏട്ടൻ പറയുന്നത് പോലെ നിന്നെ ഞാൻ എപ്പോഴെങ്കിലും ശല്യപ്പെടുത്തിയിട്ടുണ്ടോ, എപ്പോഴെങ്കിലും നിന്നോട് മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടോ എന്ന് അലോക് അനുവിനോട് ചോദിക്കാം. അപ്പോൾ അനു അലോകിൻ്റെ അടുത്തേക്ക് വരിക. അലോകെ, നിനക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ പറഞ്ഞു തൊലയ്ക്ക്. എപ്പോഴും എൻ്റെ പിന്നാലെ നടന്നിങ്ങനെ ശല്യം ചെയ്യരുത് എന്ന് പറയാം. മോളെ, നീ എന്തിനാ ഇവനോട് ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇവനൊന്നും പറയാനില്ല. ഇവൻ പറയുന്നതൊന്നും നീ ഒട്ടിനി കേൾക്കുകയും വേണ്ട. മര്യാദയ്ക്ക് വന്നോ എന്ന് പറയാം. അത് കേൾക്കുന്ന അലോക് പറയും, അനുവിന് കുഴപ്പമില്ലല്ലോ, പിന്നെ നിനക്കെന്താടെ ഇത്ര സൂക്കേട് എന്ന് ചോദിക്കാം. പെട്ടെന്ന് അലോകിൻ്റെ ഷർട്ടിന് കുത്തിപ്പിടിക്കുകയാണ് ആര്യൻ. ദേ, ഞാൻ പലവട്ടം നിന്നോട് പറഞ്ഞു എൻ്റെ പെങ്ങളെ വഴി നടത്താൻ സമ്മതിക്കാതെ ഇങ്ങനെ എപ്പോഴും അവളുടെ പിന്നാലെ നടക്കരുതെന്ന്. നീ പറയുന്നതൊന്നും അവക്കുട്ടി കേൾക്കുകയും വേണ്ട. അവളുടെ ജീവിതം നീ കാരണം ഏതവസ്ഥയിലാണ് വന്ന് നിൽക്കുന്നതെന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം. പെട്ടെന്ന് അലോകനും ദേഷ്യം വരാം. ആര്യ, കുറേ സമയമായിട്ട് നിന്റെ ഷോ ഞാൻ ക്ഷമിക്കുന്നു. ഞാൻ മാന്യമര്യാദയായിട്ടാണ് ഇത്രയും സമയം നിന്നോട് സംസാരിച്ചത്. എനിക്ക് അനുവിനോട് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞാൽ സംസാരിക്കാനുണ്ട്. അതിനിനിയും ഞാൻ ഇവിടെ പിന്നാലെ നടക്കുക തന്നെ ചെയ്യും. ഹോ, നിനക്ക് അത്രയ്ക്ക് ധൈര്യമോടാ എന്ന് ആരും ചോദിക്കുക. അതെ, ദേ, കൂടുതൽ കളിക്കാൻ നിന്ന ഈ അലോകിൻ്റെ കൈയുടെ തരിപ്പും നീ അറിയും. ഞാനൊന്ന് താന്ന് തന്നു എന്ന് കരുതി അത് എൻ്റെ തലയിൽ കയറി നിറങ്ങാനുള്ള ലൈസൻസ് ഒന്നും അല്ല എന്ന് ആര്യനോട് പറയാണ്. പെട്ടെന്ന് അനുവിനെ വിളിച്ചുകൊണ്ട് ആര്യൻ അവിടെ നിന്ന് അങ്ങോട്ട് പോവാം. അപ്പം അനു അങ്ങനെ പറഞ്ഞതുകൊണ്ട് തന്നെ അലോക് മനസ്സിൽ ചിന്തുക. അപ്പം അനുവിന് ഒരു പ്രശ്നമില്ല, എന്നോട് സംസാരിക്കുന്നതിൽ അവൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. ആര്യനാ പ്രശ്നം, ഇവനുള്ളത് കൊടുത്തോളാം ഞാൻ എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. ഇതേ സമയം നമ്മുടെ മീനുവാണെങ്കിൽ ദേവിയെ കാണാനായിട്ട് ദേവിയുടെ വീട്ടിലേക്ക്
ചെന്നിരിക്കുകയാണ്. അപ്പോൾ ഓട്ടോയിൽ മീനു വന്നിറങ്ങുന്നത് ഉദയഭാനു കാണുന്നുണ്ട്. പെട്ടെന്ന് ഉദയഭാനു അകത്തേക്ക് പോയി തലയിൽ വിഗ്ഗൊക്കെ എടുത്ത് വെച്ച് വെള്ള ഷർട്ടും മുണ്ടും ഒക്കെ ഇട്ട് ഒരുങ്ങി നിൽക്കുകയാണ്. അപ്പം ഉദയഭാനുവിൻ്റെ ഈ ഭാവമാറ്റം കാണുമ്പം ആരാ വന്നതെന്നറിയാൻ ശ്രീകലയും പുറത്തു പോയി നോക്കുക. പെട്ടെന്നാണ് മീനു കയറി വരുന്നത്. അപ്പം മീനുവിനെ കാണുമ്പോഴത്തേക്കും തലയിൽ ഇരിക്കുന്ന വിഗ് എടുത്ത് ശ്രീകല എറിയും. എടോ മനുഷ്യ, തനിക്ക് മതിയായില്ലേ? ഇനി ആരെ കാണിക്കാനാ താൻ ഈ കോലം കെട്ടി നിൽക്കുന്നത്? അവർക്ക് തന്നെക്കുറിച്ചുള്ള സത്യങ്ങളൊക്കെ അറിയാമെന്നുള്ള കാര്യം താൻ എന്താ മറന്നുപോയോ എന്ന് ചോദിക്കുക. അത് പിന്നെ ശ്രീകലെ, ഒരു നിമിഷം ഞാൻ പെട്ടെന്ന് പഴയതൊക്കെ മറന്നുപോയി എന്ന് പറയാം. പെട്ടെന്ന് മീനു വന്നു എന്ന് കേൾക്കുമ്പം ദേവി മോടി വരിക. മോളെ മീനു, നീ എന്നെ കാണാനായിട്ട് വന്നല്ലോ, ഏടത്തിക്ക് സന്തോഷമായി എന്ന് പറയാം. അപ്പം ദേവിയുടെ കോലമൊക്കെ കാണുമ്പോൾ മീനുവിന് പാവം തോന്നുക. അപ്പം മീനു ഓടിപ്പോയി ദേവിയെ കെട്ടിപ്പിടിക്കുകയാണ്. നിനക്ക് സുഖമാണോ മോളെ? ഏടത്തി എന്താ ഇങ്ങനെ? ഏടത്തിയുടെ മുഖത്ത് ഒരു സന്തോഷവും ഇല്ലല്ലോ. ഏടത്തിക്ക് എങ്ങനെ സന്തോഷിക്കാനാവുക? മീനു, നീ എന്നെ സഹായിക്കില്ലേ? എനിക്കിവിടെ ഒട്ടും പറ്റുന്നില്ല. നിങ്ങൾ ആരുമില്ലാതെ എനിക്ക് ജീവിക്കാൻ പോലും സാധിക്കുന്നില്ല. എന്നെ തിരികെ ദേവമംഗലത്തേക്ക് കൊണ്ടുപോകാൻ ആനന്ദേട്ടനോടൊന്ന് പറയുമോ? എന്നെ ഒന്ന് സഹായിക്കുമോ എന്ന് ചോദിക്കാം. അപ്പം മീനു പറയും, ഞാനോ മിത്രയോ അതിനുവേണ്ടി സംസാരിച്ചാലും ഫലമുണ്ടെന്ന് ഏടത്തിക്ക് തോന്നുന്നുണ്ടോ? അമ്മയുടെയും ആനന്ദേട്ടൻ്റെയും അച്ഛൻ്റെ ഒക്കെ മനസ്സിൽ വീണ മുറിവ് അത് പെട്ടെന്നൊന്നും ഉണങ്ങത്തില്ല എന്ന് പറയാം. മോളെ, എനിക്ക് വേണ്ടി നീ സംസാരിക്കില്ലേ? എനിക്കിവിടെ അധിക ദിവസമൊന്നും ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല. എൻ്റെ വീട് അതല്ലേ, നിങ്ങൾ ആരുമില്ലാതെ ഞാൻ മാത്രം ഇവിടെ എന്ന് പറഞ്ഞ് ദേവി കരയാം. അപ്പോൾ ദേവി മീനുവിൻ്റെ മുന്നിൽ കരയുന്ന കാണുന്ന ശ്രീകലയ്ക്ക് അതൊരു നാണക്കേടായിട്ട് തോന്നുക. അപ്പോൾ ശ്രീകല പറയും, ദേവി, നീ എന്തിനാ ഇവളുടെയൊക്കെ മുന്നിൽ കിടന്ന് ഇങ്ങനെ കരഞ്ഞ് കാല് പിടിക്കാൻ നിൽക്കുന്നത്? നിന്റെ അമ്മ നിന്റെ കൂടെയുണ്ട്. ദേവമംഗലത്ത് നിന്നെ തിരികെ എത്തിക്കുന്ന കാര്യം ഈ ശ്രീകല ഏറ്റതല്ലേ എന്ന് ചോദിക്കാം. പെട്ടെന്ന് മീനുവിന് അങ്ങ് ദേഷ്യം വരിക. അപ്പം മീനു ചോദിക്കും, 100 കള്ളങ്ങൾ പറഞ്ഞ് ഏടത്തി ആ വീട്ടിലേക്ക് കൊണ്ടുചെന്നത് നല്ലതാണെന്ന് നിങ്ങൾക്ക് രണ്ടാൾക്കും ഇപ്പോഴും തോന്നുന്നുണ്ടോ? എനിക്കറിയാം ഏടത്തി നിങ്ങൾ പറയുന്നതെല്ലാം കേട്ട് ആ പാവം പ്രവർത്തിച്ചതാണെന്ന്. പക്ഷേ അതൊക്കെ എല്ലാവരും വിശ്വസിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അല്ല, ഇവർ പറയുന്നത് കേട്ട് ഏടത്തി 100 കള്ളങ്ങളല്ലേ ഞങ്ങളോട് പറഞ്ഞത്? അത് എപ്പോഴെങ്കിലും ഏടത്തിക്ക് ഞങ്ങളോട് തുറന്നെങ്കിലും പറയാമായിരുന്നില്ലേ എന്ന് ചോദിക്കാം. അപ്പോൾ ദേവി നിന്ന് കരയാം. അപ്പോൾ ശ്രീകലയുടെയും ഉദയഭാനുവിൻ്റെ അടുത്തേക്ക് മീനു വീണ്ടും ചെല്ലുക. ദേ, നിങ്ങൾ ചെയ്തതൊക്കെ നല്ല കാര്യമാണെന്നാണ് നിങ്ങൾ ഇപ്പോഴും കരുതുന്നെങ്കിൽ കിടന്ന് അഹങ്കരിച്ചോ. പക്ഷേ നിങ്ങൾ 100 കള്ളങ്ങൾ പറഞ്ഞ് ഒരു പാവം കുടുംബത്തെ മുഴുവൻ വഞ്ചിച്ചപ്പം അവരുടെ മാനസികാവസ്ഥ എന്താകുമെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചോ? അല്ല, അവിടെ അച്ഛനോ അമ്മയോ ആനന്ദേട്ടനോ ആരെങ്കിലും നിങ്ങളുടെ പണം വേണമെന്ന് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോടോ എന്ന് ഉദയഭാനുവിനോട് ചോദിക്കും. അപ്പം എന്തൊക്കെയായിരുന്നു സിംഗപ്പൂരിൽ ബിസിനസ്, ജപ്പാനിൽ ബിസിനസ്, എന്തൊക്കെ കള്ളത്തരങ്ങളാ ഓരോ തവണയും ദേവമംഗലത്ത് വന്ന് താൻ പറഞ്ഞു കൂട്ടിയത് എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പം അതിന് മറുപടിയില്ലാതെ ശ്രീകലയും ഉദയഭാനുവും തല താഴ്ത്തി നിൽക്കുകയാണ്. അപ്പം ദേവിയുടെ അവസ്ഥ കാണുമ്പോൾ മീനു കൂടുതലൊന്നും പറയുന്നില്ല കേട്ടോ. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡും അവസാനിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുതേ. ലൈക്ക് ചെയ്തും ഹൈപ്പ് ചെയ്തും ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും